അപ്പൊ നമ്മളുള്ളത് കൊല്ലം കാവനാടാണ് കേട്ടോ. കാവനാട് തിര നിറച്ച തോക്കിനേക്കാൾ അപകടകാരി. ഇവിടെ 3-4 ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. സംഭവമൊന്നുമല്ല, നമ്മുടെ അരുണേട്ടൻ വിളിച്ചെന്തായിരുന്നു കാര്യം? നമുക്കിവിടെ 2 റോട്ടുണ്ട്. ഇവിടെ ഒരു മില്ലാണ്. ഇവിടെ എന്നെ മാത്രം അനുസരിക്കും. അതുകൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ ഇവിടെ മില്ലായതുകൊണ്ട് മാത്രം നമ്മളിവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. പുറത്താണ് നിർത്തുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് അഴിച്ചങ്ങ് പുറത്തോട്ട് കാണിച്ചു തന്നാൽ മാത്രം മതി. കടിക്കാൻ ഉറപ്പുണ്ടോ? ഒരു ഉദാഹരണം കാണിച്ചു. ഈ പുള്ളിയെ കണ്ടാൽ മതി. ഈ പുള്ളിയുടെ പെടലി നോക്കിയാൽ നല്ല പോലെ 3-4 സ്റ്റിച്ചിന്റെ പാടാണ്. കൈ കടിച്ചിട്ടുണ്ട്. അതെല്ലാം കടിച്ചതാണ്. ഇത് കണ്ടത് ഇതെല്ലാം കടിച്ചിട്ടാണ്. അത് തന്നെ നമ്മളിപ്പോ ഇവിടെ കിട്ടാൻ മച്ച മാറി ചെയ്യുന്നതാണ്. ഞാനാ തീറ്റി കൊടുക്കുന്നത്. തീറ്റി കൊടുക്കുന്ന സമയത്ത് പുള്ളി കയറി നിന്ന് നോക്കിയതാ. ഒന്ന് തീറ്റി കൊടുക്കാൻ കയറിയതാ. കയറിയപ്പോ തന്നെ പുള്ളി കിട്ടി. വേറെ എന്നെ ജസ്റ്റ് ഒന്ന് കടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പയ്യനെ കടിച്ചത് ഒരു ഓട്ടക്കാരി ഇവിടെ വന്നായിരുന്നു. അയാള് തന്നെ സൈലന്റ് ആയിട്ട് ഇരുന്നപ്പം കയറി തന്നെ അഗ്രസീവ് ആക്കാൻ നോക്കി. ചങ്ങല പൊട്ടിച്ചു വന്ന് ചന്തിക്ക് നല്ല കടി കൊടുത്ത് പുള്ളിക്ക് നല്ലൊരു ഇഞ്ചുറി കിട്ടി. ഇന്ന് അരാട്ടം പറഞ്ഞത് ഇവിടെ കൊണ്ട് കെട്ടിയിട്ടെന്ന് പറഞ്ഞേ. ഇവിടുന്ന് ഞാൻ കടി വാങ്ങി പോകേണ്ടി വരും. അപ്പൊ കടി വാങ്ങാൻ പറ്റൂല്ലോ എന്ന് കിട്ടുമില്ലോ നമ്മൾ നോക്കട്ടെ. അപ്പം ഇവിടെ കൂടെ കെട്ടിക്കും, നമ്മൾ കഴിക്കാം. എന്നാൽ റേഡർ മാറിയെന്നോ ഞങ്ങൾ ഡയറക്റ്റ് പോവാം. ഇതാണ് അവന്റെ പേര് കിട്ടും. എന്തായിരുന്നു? ഡിമോൻ. ഇതാണ് നമ്മുടെ ഡിമോൻ. നമ്മളെനിക്കൊന്ന് കഴിഞ്ഞ ഇവന്റെ അതേ ഒരു ലുക്കുള്ള ആളെ കേട്ടോ. കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്തില്ലേ കൊല്ലത്തന്നെ, അത് ഇവന്റെ അതേപോലെ സെറ്റപ്പുകളാണ്. ഇപ്പൊ എന്നെ നോക്കുന്നേക്കാളും മുമ്പ് ടിജോനെ ഇപ്പൊ നോക്കുന്നത്. ഡിമോൻ നീ ഇച്ചിരി കച്ചറാണോടാ? കച്ചറാണ്? ടിജോനായിട്ടാ നിന്നെയായിട്ടാ നോട്ടോ. ക്യാമറയിലേക്കാണ് അതിന് ഫേസ് തന്നെ. ഡിമോൻ കച്ചറാണോ? നീ കച്ചറാണ്? എന്താ മൈൻഡ് ചെയ്യാത്ത ആള്? മിണ്ടാതെ നിൽക്കുക കേട്ടോ. എന്താ എന്താണ് എന്താണ്? മുഖമൊക്കെ മാറിയിരുന്നുണ്ട്. ഇപ്പൊ മുഖമൊക്കെ മാറിയിരുന്നുണ്ട് അല്ലേ ഡിമോൻ? എന്താടാ? എന്താ എന്താണ്? ഇങ്ങോട്ട് പോരും അങ്ങോട്ട്. ഇവിടുത്തെ ഒരു സിഗ്നൽ കിട്ടി കലാശാൻ. എന്താണ് ഡിമോൻ? പക്ഷെ എന്താണ് ഇവൻ ഭയങ്കര കച്ചറാണ് കേട്ട്. ശരിയാണോ? കച്ചറാണ് കേട്ട്. ശരിയാണോ? ശരിയാണോ? ആണ് ഡിമോൻ? ഇതേ അവിടെ അതിൻ്റെ ആരെയൊക്കെ കയറി കഴുത്താരൊക്കെ കയറി പിടിച്ചു. ശരിയാണോ? ശരിയാണോടാ? ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടല്ലേ? ആരാ ചേട്ടന്മാരൊക്കെ വന്നിട്ടല്ലോ കുറേ പേര്. ആണോ? ആണോ ഡിമോൻ? ഓ ഇവിടെ ചേട്ടാ ഇത് ചോക്ക് ചെയിനിലേ കിട്ടിയെന്നല്ലേ? ചോക്ക് ചെയിൻ ചെറിയ വണ്ണമുള്ള ചോക്ക് ചെയിൻ. കണ്ണ് ചുമപ്പാൻ എന്തുകൊണ്ടാ? ദേഷ്യം വരുമ്പോഴോ? മച്ചാൻ പറഞ്ഞ കേട്ടോ, കണ്ണ് ചുമപ്പാൻ ദേഷ്യം വരുമ്പോ നിർത്താം. സാധാ ബെൽറ്റ് ഇപ്പൊ കാണുന്ന നമ്മളെ ചങ്ങല കാണുന്നില്ല. ആ ചങ്ങലയല്ല, ചങ്ങല കാച്ചിന് കരമുണ്ട്. ലീശില് ചെറിയൊരു ചോക്ക് ചെയിൻ ഉണ്ട്. അതിലാണ് അവന്റെ ഇത് അല്ലേ? വന്നി ചിങ് വന്നി അവന്റെ മുഖമൊക്കെ മാറുന്നുണ്ട് അങ്ങോട്ട് അല്ലേ? മുഖമൊക്കെ മാറുന്നില്ലേ? ഇല്ലേ? ഇവന്റെ അതേ ഒരു ലുക്കുള്ള കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ചെയ്തില്ലേ ഒരു വീഡിയോ കൊല്ലത്ത് തന്നെ ചെയ്തേ. ഇവിടെ ഈ അത് ഇവൻ അതേ ഒരു ലുക്ക് തന്നെ കേട്ടോ. ഇതൊക്കെ അതുപോലെ തന്നെ അവൻ ഇത്ര ഉണ്ടോ ടിജോ? ഇച്ചിരി സൈസ് ഉണ്ടെന്നോ അല്ലേ? ഇച്ചിരി വണ്ണം. 2 വയസ്സാ? ഇച്ചിരി കൂടെ വണ്ണം ഉണ്ട്. മറ്റവൻ ഇച്ചിരി രോമൊക്കെ വന്നിട്ട് വേറെ ടൈപ്പ് ആയിരുന്നു. ഇത് വേറെ ടൈപ്പ് അല്ലേ ഡിമോൻ? ഞാൻ പോട്ടെ, തരാം. പോട്ടെ നീ കഴുത്തലേ കയറി പിടിക്കുന്ന കേട്ടല്ലോ. ആ ചേട്ടൻ്റെ കഴുത്തലാണല്ലോ കയറി പിടിച്ചേ. ശരിയാണോ? കഴുത്തലാണല്ലോ കയറി പിടിച്ചേ അല്ലേ? മിണ്ടുന്നില്ലല്ലോ. അമ്മാരൊക്കെ പിടിച്ചാ? ആരാ പിടിക്കുക? ഇവരെ പിടിച്ചാണ്. ഞാൻ അങ്ങ് മാറിയേക്കാം. നീ ഇങ്ങ് ചേട്ടൻ അങ്ങ് പിടിച്ചാ. ഞാനൊരു കൺഫ്യൂഷനില്ല. പുള്ളിയെ അറിയില്ല. പുള്ളി നമ്മളെ കണ്ടിട്ട് ഇവിടെ വന്നത് കേട്ടോ. ഇതിപ്പോ
റോഡ് സൈഡിൽ തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവരുടെ ആൾക്കാരെ വിചാരിച്ചടാ. ഞാനോർത്തും പുള്ളിയുടെ ഏതെങ്കിലും മച്ചാനായിരിക്കും. ഞാനങ്ങ് മാറിയുന്നേ. ആ ശരി, എന്നാ അവനങ്ങ് പോയി തൊട്ടോ. അവനങ്ങ് അത് കഴിച്ചിട്ട് പോരാ. ഇന്ന് നമുക്ക് ചേട്ടനെ കൊണ്ടും കഴിപ്പിക്കാം. ചേട്ടനെ കഴിച്ചോ? കിട്ടിയിട്ടുണ്ടോ? അത് ശരി, അതെ നന്ദൻ കഴിച്ചോളാം. ഡിമോൻ അല്ലേ? ഡിമോൻ ആള്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ഞങ്ങളിത് തീർക്കട്ടെ. ആയിക്കോട്ടെ. ഞാൻ വിചാരിച്ചു പൂപ്പരേ ഇവന്നെ അറിയുന്ന ആളായിരിക്കും വിചാരിച്ചിട്ട് പോകുന്നത് കണ്ട. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് നോട്ടാക്കണം. റെഡി മോൻ അല്ലേ? നീ ചേട്ടനെ നീ എന്താ ചേട്ടനെ പേടിപ്പിച്ചായിരുന്നോ കൊച്ചേ? പേടിപ്പിച്ചായിരുന്നോ വെച്ച്? പേടിപ്പിച്ചായിരുന്നോ? മൂക്കല് ഈച്ച വന്നിരിക്കുന്നു. ഈച്ച നിന്റെ തലയിൽ ഈച്ച വന്നിരിക്കുന്നു. ഒന്ന് തൊട്ടോക്കട്ടെ തന്നെ. തൊട്ടോക്കട്ടെ ചേട്ടൻ. ചേട്ടൻ തൊട്ടോക്കട്ടെ. കൊച്ചിനെ തൊട്ടോക്കട്ടെ. എന്താ പറയുന്നത്? അവരെ ആരും നോക്കണ്ട, ഇങ്ങോട്ട് നോക്ക്. അവരെ നിന്നെ ഇവിടെ വീടെടുക്കാൻ കൊണ്ട് കെട്ടിയതാ അവിടെ. ഇടയ്ക്ക് പല്ലൊക്കെ അങ്ങ് ഇളിക്കുന്നുണ്ടല്ലോ. കയ്യും കിടക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പല്ലൊക്കെ ഇളിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. ഷെയ്ക്കാനൊക്കെ തരുമോ? ഷെയ്ക്കാനൊക്കെ ചോദിച്ചാൽ തരുമോ വെച്ച്? എടാ ഇവിടെ നോക്ക്, എന്നെ നോക്ക്. അവൻ്റെ ദേഷ്യം വരുമ്പോൾ അവൻ്റെ കണ്ണൊക്കെ ചുമന്ന് വരുന്നത് ആണോ? ഇച്ചിരി കണ്ണൊക്കെ ചുമന്ന് വരുമോ ദേഷ്യം വരുമ്പോൾ? ഇവിടെ വന്നേ, ബാ ഇവിടെ വാ. എടാ ഇവിടെ വാ. ഇവിടെ വാ. തിരിഞ്ഞേക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞെന്ന്. ഇങ്ങോട്ട് തിരിഞ്ഞെന്ന്. ചേട്ടാ തൊട്ട് നോക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞെന്നേ. എടാ തിരിഞ്ഞേക്കാ. ഇവിടെ തീരാ. അവരൊക്കെ അങ്ങോട്ട് പോട്ടെ. എനിക്ക് നിങ്ങളങ്ങ് മാറേണ്ട വരുമായിരിക്കും. നിങ്ങളെല്ലാവരും നോക്കുന്നുണ്ടേ ഇപ്പം മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാ. എന്നാ മച്ചാനങ്ങ് മാറി വരട്ടെ കേട്ടോ. നീ ഞാൻ അങ്ങോട്ട് വരട്ടെ കേട്ടോ ടീമോനെ. നോക്കുന്നുണ്ടോ അവരെ നോട്ട? അവന്റെ ഓച്ചക്കണ്ടിട്ട് നോട്ട. നിന്റെ അവളെ കൊണ്ട് ആരെങ്കിലും പിടിക്കോ? മഴ വരുന്നുണ്ട് ഇപ്പൊ. എന്നാ കൊണ്ടുപോയാലോ? അവൻ കഴിച്ചോണ്ട് ഏഴൊന്ന് അഴിച്ചു നോക്കിയേട്ടാ. എന്താ സ്ഥിതി അറിയാലോ. എന്നാലും ഒന്ന് അഴിച്ചു നോക്കി. എന്താ അവന്റെ സ്ഥിതി അറിയാലോ. ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാന്നല്ലേ. അല്ല ഇവനൊരു അറ്റൻഷൻ തരുന്നില്ല. ഇവര് എല്ലാ ആൾക്കാരും വന്നോണ്ടേ. വയലന്റിന്റെ മാത്രല്ല അവന് കൂട്ടി പോലുണ്ട്. ഇപ്പൊ സ്ഥിരം കണ്ടുണ്ട്. അപ്പൊ അവനെ പുറത്തേക്ക് എപ്പോഴാ രാവിലെ കൊണ്ടുപോല്? അങ്ങനെയാണ്. വൈകിട്ട് മാത്രം ആളില്ലാത്ത. അത് ശരി. നിങ്ങളുടെ ഫ്രണ്ടിനാ കടിച്ചേ? എവിടുന്നാ? ഇവിടുന്ന് ഇങ്ങനെ തുടല പൊട്ടിച്ചു വന്നു. മറുപടി അല്ലേ? ശരി. നല്ല കുറവായിരുന്നു. ആണോടാ? നിന്റെ ഹിസ്റ്ററി മൊത്തം കടിയാണല്ലോ. നിന്റെ ഹിസ്റ്ററി മൊത്തം ശരിയാണോ? കുണ്ടി കടിച്ച നീ? കുണ്ടി കടിച്ചാ നീ ആരെങ്കിലും? കുണ്ടി കടിച്ചാ നീ ആരെങ്കിലും? ശരിയാണോ? അങ്ങനെ ചീത്തപ്പേരുണ്ടല്ലോ കുണ്ടി കടിച്ചു. ഈ ചങ്ങല ശരിക്കും വാങ്ങിയിടല്ലോ കേട്ടോ. പുള്ളിന്റെ ഈ ചങ്ങല പൊട്ടു. ഞങ്ങൾ വരാം. സമയം ഇല്ല. അത് കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു അല്ലേ? കഴിക്കാം. പോവാ. അഴിച്ചുവിടാ. അങ്ങോട്ട് അഴിച്ചുവിടാ. വാ അവിടെ. ഇവിടെ എന്നെ നോക്കാ. ഇങ്ങോട്ട് നോക്കാതെ അങ്ങനെ വിടുക. ഇങ്ങോട്ടെ എന്നാ വാ. മാറി ഇങ്ങോട്ട് വാ. ഇതിലോ വാ. ഡിമോൻ വാ. ഇങ്ങോട്ട് വാ. ഡിമോൻ വാ. ഉച്ചയ്ക്ക് വന്നേ. ഡിമോൻ വാടാ. അവൻ അരനട നിൽക്കുന്നുണ്ടേ. നമ്മളെ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ. പുള്ളിയെ ശ്രദ്ധിക്കുന്നത് നേരെ പുറകിൽ. ടിജോന്റെ നേരെ പുറകിൽ പുള്ളിയെപ്പുണ്ട്. പുള്ളിനെ മാത്രമാണ് ശ്രദ്ധ. എങ്ങോട്ട് ചോണോ? നമ്മളെ അഴിച്ചു കൊണ്ടോ? ടൗണിലേക്ക് കൊണ്ടോ? അല്ല വഴി കൊണ്ടോ? പക്ഷെ അവനൊരു ചിലപ്പോൾ തിരിഞ്ഞു കയറി പിടിക്കൂട്ടോ. അഴിച്ച തിരിഞ്ഞു കയറി പിടിക്കുമോ? തിരിഞ്ഞു കയറി പിടിക്കുമോ? കാലിലുള്ളിന്നല്ലേ? ഇങ്ങോന്നേ. കൊച്ചിങ് വന്നേ. എടാ ഇവൻ ഇങ്ങോട്ട് വാ. ഇവൻ വാ. ഇവിടെ വാ. വാ. ഇവൻ ഇവിടെ വാ.
ഇപ്പഴാണ് അഴിച്ചാലേ പറന്നു കൂട്ടോ നമ്മളെ കൊണ്ട് വലിച്ചോടാ. ഞാൻ അഴിച്ചോണ്ട് പോകുന്നില്ല, നിനക്ക് ഓടാനല്ലേ, എന്നിട്ടോട് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ. നമ്മൾ അവിവേകങ്ങൾ കാണിക്കുന്നില്ല. അവർ ജസ്റ്റ് ഇവരൊന്ന് അഴിച്ചിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നവൻ ജസ്റ്റ് അഴിച്ചിട്ട് പുള്ളിയുടെ കൊടുക്കാം. കാരണം ഇവിടെ ടൗൺ ആട്ടോ, തൊട്ടടുത്ത്. അത് കാണിച്ചു കൊടുക്കാം. ഇത് ഹൈവേ ആണ് മെയിൻ, അങ്ങോട്ട് കാണിച്ച് വേണ്ട, തൊട്ടടുത്ത് തന്നെ റോഡാ. ഇവരെ അഴിച്ച് ജസ്റ്റ് അവിടം വരെ നമുക്ക് കൊണ്ടുപോയാൽ പോരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നിങ്ങൾ പിടിച്ചോളൂല്ലേ. ഞാൻ കാരണം ഇവന് നല്ല ഊരുണ്ട്, പിടിച്ചാൽ എന്നെ വിളിച്ചിട്ട് പോകുന്നത്. ചങ്ങല പിടിച്ചിട്ട് അവൻ നിൽക്കുന്നില്ല കേട്ടോ, അങ്ങോട്ട് വലിച്ചാലോ അവൻ അങ്ങോട്ട് ഒറ്റ ഓട്ടം വിടുന്നു. മാറി വാ, ചിലപ്പോ അങ്ങ് അഴിഞ്ഞു പോലും ജോ. വാ വാ ഇങ്ങോട്ട് ദീവൻ, വാ ഇതിലാ വാടാ ദീവൻ. ടീമോനെ ഷീറ്റുള്ളോണ്ട് വാ, ഇല്ലപ്പോ ചാടി കയറി മേത്തൊക്കെ തന്നെ. ആ ചേട്ടൻ അവിടെ നിന്ന് വേറെ അറ്റാക്ക് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അഴിച്ചു. ഇതേ ഡിവാൻ നിന്നത്, എടാ ഡിവാൻ, ഇത് അവിടെ ആള് അതെ ഇവിടെ മേലെ കേക്കുന്നുണ്ടോ? ഇതാ അവിടെ ചേട്ടൻ. അമ്മോ ഭയങ്കര വലിയ കേട്ടോ. എന്റെ ഇതിൽ നിൽക്കൂല കേട്ടോ, അവൻ വലിച്ചോണ്ട് പോകും. ഡിവാനെ അത് ഇറങ്ങി ഓടിയേക്കില്ല കേട്ടോ. എനിക്ക് ആകെ 60 കിലോ ഉള്ളൂ, 65 കേട്ടോ. നമുക്ക് ടൗണിൽ പോരാ ഡിവാനെ. ഭാഗ്യം ഉണ്ടാവാൻ ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങി ഒരു കടിയായിട്ട് പോകുന്നത്. വലിച്ചോണ്ട് പോയല്ലോ, എനിക്ക് വലിക്കാൻ വയ്യ, എനിക്ക് വലിക്കാൻ വയ്യ. ഡിവാൻ അവൻ അങ്ങോട്ട് പോകണം, അവന്റെ കാമുകി അവിടെ ഉണ്ട്, അവനൊരു ഫീമെയിൽ ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞ അവിടെ. എന്നാ വാ ഇവരെ എല്ലാത്തിനും പിടിക്കാം, ഓടിപ്പോട്ടെ എല്ലാത്തിനും പിടിച്ചോ. മഴ വരുന്നു, മഴ കരേട്ടാ അങ്ങോട്ട് ചേട്ടനെ വിളിച്ചാണേട്ടാ, അവൻ അങ്ങോട്ട് പോകാനാ നോക്കുന്നത്. ആ അപ്പൊ അവന് സമാധാനായി, അവൻ അങ്ങോട്ട് പോകാനാ. ആ മറ്റേ ഡോഗ് കുറയ്ക്കാൻ നിന്നിട്ട് എന്നാ പോ നടക്ക്. വാ ഇങ്ങോട്ട് പോവാ, വാ ഇങ്ങോട്ട് പോവാ. എടാ ഇതിലെ വാ ഇങ്ങോട്ട് വാ, വലിച്ചു പിടിക്കാനാ. വാ ടൗണാട്ടോ, നീ ഇവിടുന്ന് പുറത്തേക്ക് പോയി ശരിയാവില്ല. ഇത് ടൗണായിപ്പോയി. ആളിച്ചിട്ട് ടെറാട്ടോ, എന്നുവെച്ചാൽ വേറൊരു സൈക്കോ മോഡാണ്. കയ്യെ ചുറ്റിക്ക്, എനിക്ക് കയ്യിൽ നിന്നെങ്കിലും വിട്ടുപോലെ അങ്ങാടി എന്നെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് കൊല്ലം ടൗൺ ആട്ടോ. കൊല്ലത്തിന്റെ സ്റ്റാർട്ടിങ്. ഇതെത്ര സ്ഥലം എത്തിച്ചോ? കാവനാടോ? ആ കാവനാട് എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ. ചേട്ടൻ പിടിക്കുന്നുണ്ടോ? എല്ലു ഉണ്ട് ചേട്ടൻ പറഞ്ഞു, എല്ലു കടിച്ചത് കിൻഡിൽ കടി എന്തിയാവും എല്ലു ഉണ്ട്. അങ്ങനെ ആളൊരു ഭീകര ടെററാട്ടോ അവൻ. പോവാം വാ, ആള് കൂടും വാ, പോവാ ഉള്ളിൽ പോവാം. ആ ചേട്ടനെ അറിയാലോ അല്ലേ? ആ നിങ്ങളറിയാലേ. ഞാൻ ആദ്യം അടുത്തേക്ക് പോയാൽ വിചാരിച്ചെന്നറിയോ, നിങ്ങൾ സ്ഥിരം വരുന്ന ആളായിരിക്കും. ആ ശരി. അല്ല ഇത് മില്ലായ കൊണ്ട് ആരൊക്കെ വന്നു പോകുന്നുണ്ട് ഇങ്ങനെ, അപ്പൊ നമുക്ക് ആരായെന്ന് അറിയത്തില്ലല്ലോ. അതാ ഞാൻ മാറിയത്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ വിചാരിച്ചിട്ട്. ഡീമോൻ അത് ശരി. ആണോ വലിയെന്ന് പറഞ്ഞാ ചില്ലറ വലിയ. എന്നാ പിടിച്ചോ, എനിക്ക് ഇത്ര താങ്ങൂല. ഇതാണ് നമ്മുടെ തോന്നിയേ. അല്ല ഇവിടെ കെട്ടിയപ്പോഴെന്താ തോന്നിയേ? അല്ല ചെറിയ അവളെ ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് മാറുന്നുണ്ട്. ആരുടെയൊക്കെ വന്നേ? അല്ല എന്തായാലും നമ്മുടെ ഒരു പ്രേക്ഷകൻ വന്ന സ്ഥിതിക്ക് ബൈ ചാൻസ് വന്നാണല്ലോ കണ്ടിട്ട്. എങ്ങനെയാ കണ്ടേ? ജീപ്പ് കണ്ടോ? ഇപ്പൊ ഇവിടെ കെട്ടിയല്ലോ. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ വന്നോണ്ട് നന്നായി. വീഡിയോ ഇങ്ങനെയാണെന്നാണോ വിചാരിച്ചോണ്ടിരുന്നത്? അല്ല ഇതിപ്പോ എന്താ ഫീൽ ചെയ്ത്? നമ്മളിപ്പോ ചേട്ടന് ഇപ്പൊ അടുത്തേക്ക് പോയല്ലോ, ഡോഗിന്റെ അടുത്തേക്ക് ലൈവായിട്ട് പോയാണ്. അപ്പൊ എന്താ നമുക്ക് ഫീൽ ചെയ്തത്? നിങ്ങൾ ഡോഗിനൊക്കെ വളർത്താൻ കടിയൊക്കെ കിട്ടുന്നതാണല്ലോ. ഞാൻ പറഞ്ഞില്ല അതില് ഒന്ന് അഴിച്ചോളാൻ പറഞ്ഞല്ലോ. അപ്പം മനസ്സിലുള്ള കാര്യം എന്താ? ഈ അഴിച്ചോളാൻ പറഞ്ഞു അത് ഒന്നാമത്തെ കേട്ടോ. ഞാൻ അതല്ല ചോദിച്ചാൽ ഈ മനസ്സിലൊരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പൊ ഇതുപോലെ ഇപ്പൊ പുള്ളി നമുക്ക് അരണയുടെ നമുക്ക് ചലഞ്ച് തന്നു. പുള്ളി വന്നു തന്നെ പുള്ളിനെ കടിച്ച കാര്യം കാണിച്ചു, വേറെ ആളെ കടിച്ച കാര്യം പറഞ്ഞു. ഈ പുള്ളിനെ കാണിച്ചു തന്നെ കഴുത്തല കടിച്ചത് ഇവിടെ പാടുണ്ട് ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് ഒരു ഡോഗിന്റെ വന്നു, നമ്മൾ ഈ ഡോഗ് ഇങ്ങനെയാണ് ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോ, ഇപ്പൊ ചേട്ടനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരും പറഞ്ഞല്ലോ കടിക്കുന്നതാണ്.
ആ ഒരു ഫീല് നമ്മൾ എന്തായാലും അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല, എപ്പോ വേണം കടിക്കാം. അപ്പൊ നാടൻ പട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ പട്ടിയുടെ കടിച്ചാൽ എല്ല് പൊട്ടിക്കും. കടിയാണ് നമുക്ക് തള്ളി അറ്റാക്ക് ചെയ്ത് മാറാം. അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞറിയോ, നമ്മുടെ ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ചിന്തിക്കാം, ചിലവർ വിചാരിക്കും നമ്മളിപ്പോ ഒരു വീഡിയോ ആണല്ലോ, ഈ സാധനം നമ്മള് അങ്ങനെ ഈ അഭിപ്രായങ്ങൾ വരാം. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് നേരത്തെ പോയി ഇതിനൊന്ന് ഇണക്കി സെറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്ന. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ചേട്ടൻ ഇപ്പൊ ലൈവായിട്ടാണല്ലോ അതിന്റെ അടുത്തേക്ക് പോയത്. മച്ചാൻ ഇപ്പൊ ലൈവായിട്ട് അടുത്തേക്ക് പോയപ്പോഴാണ് ആ പട്ടി കടിക്കുന്ന പട്ടിയാണ്, അപ്പൊ നമ്മൾ അതിനെ അഴിക്കാൻ പോവാൻ ഞാൻ പറഞ്ഞു, ഒന്ന് അഴിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞത്. അതാണ് അപ്പൊ നമുക്കൊരു ഫീൽ, വേറൊരു ഫീൽ ആണല്ലോ അല്ലെ. ഏത് സമയം അറ്റാക്ക് ചെയ്യാം, ഏത് സമയം അറ്റാക്ക് ചെയ്യാമെന്ന്, ഏത് സമയത്ത് അറ്റാക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയാണ് നമ്മൾ അടുത്തേക്ക് പോകുന്നത്. ആ ഒരു പ്രതിസന്ധി ആണല്ലോ നമുക്ക് കഴിക്കാൻ പറ്റത്തത് അല്ലെ, കടിച്ചാലോ. മച്ചാന് വീഡിയോ വന്നേ ഇല്ലല്ലോ. എന്തുകൊണ്ട് പുള്ളി പറയുന്നത് പട്ടി ബാക്കിയുള്ള കണക്ക് പറയുന്നത്, ഞങ്ങൾ എന്റെ മാത്രം ഫുഡ് കൊടുക്കുന്നത് ചിക്കൻ കൊടുക്കുന്നത്, പുള്ളി ഞാൻ ഇല്ലെങ്കിൽ പുള്ളിയെ കൊടുക്കുന്നത് ഇറങ്ങി നിൽക്കുന്നത്. പക്ഷെ വേറൊരാളെയും കൊണ്ട് കയറി ഞങ്ങൾ ഫുഡ് കൊടുക്കാത്ത ഭയങ്കര പോലെ. പിന്നെ അതുകൊണ്ടാണ് ഇവിടെ ഈ ഇന്ന് പൊതുവെ വേളം കുറവാണോ? ഇന്ന് എന്താ പറയാ, സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ അവരൊക്കെ നിൽക്കുമ്പോണ്ടല്ലോ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പത്തെ എന്റെ വൈഫ് വൈഫ് അങ്ങോട്ട് ബാത്റൂം ഉണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പോലെ തിരിച്ചോടി വരും. അപ്പൊ എന്തായാലും അത് അങ്ങനെ അങ്ങ് പോയി, നമുക്ക് അങ്ങനെ തീർക്കാം. ഓക്കെ, ബൈ.